പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ആദ്യം തന്നെ പ്രിയ പുതുമേലച്ചനെ കുറിച്ചൊന്നും വാസ്തവത്തിൽ ചെറിയ വാക്കുകളൊന്നും പറഞ്ഞാൽ പോലെ. കാരണം നിങ്ങൾ തുറന്നു പറഞ്ഞ വളരെ ഹൃദയംഗമമായി പറഞ്ഞ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. എന്റെ ആത്മീക പിതാവാണ്, ആത്മീക ഗുരുവാണ്. എന്റെ ജീവിതത്തിലെ എല്ലാമാണ് അദ്ദേഹം. കാരണം എന്റെ വീട്ടിലൊക്കെ എത്ര പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ ഇന്ന് രാവിലെ കൂടെ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോ എന്റെ അമ്മ ഉണ്ട്. അമ്മയ്ക്കും അച്ഛനൊക്കെ വലിയ പ്രായ വ്യത്യാസമില്ല. അപ്പൊ അമ്മ പറയുകയുണ്ടായി, എത്ര പ്രാവശ്യം ആ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്നെന്നറിയോ. വയസ്സായി പുള്ളി ആ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ പോലും എന്റെ ഫാദറിന്റെ മൂത്ത പെങ്ങള് കല്യാണം കഴിക്കാത്ത ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ചാച്ചി അത് മരിച്ച സമയത്ത് അച്ഛൻ ആ സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും അവിടെ വന്നു. പല പ്രാവശ്യം ടോയ്ലറ്റൊക്കെ പോകേണ്ടി വന്നു. അവിടെ എല്ലാം ഒരാളുടെ സഹായത്തോടു കൂടി പോയി. എന്നാലും അവിടെ വന്ന് അതിനകത്ത് സംബന്ധിച്ചു. എന്റെ അനിയന്റെ വിവാഹം അത് ഓർത്തഡോക്സിലാണ് നടന്നത്. അച്ഛൻ അന്ന് 40 ദിവസം ഘോഷിക്കുകയാണ്. അതിൽ 35ാമത്തെ ദിവസമായപ്പോ നമ്മളുള്ള സ്നേഹത്തിന്റെ പേരില് എന്നോടുള്ള സ്നേഹത്തിന്റെ ഞങ്ങൾ വീടിനോടുള്ള ബന്ധത്തില് പുള്ളി അവിടെ വന്നു. ആ 35ാം ദിവസം ഘോഷിച്ചോണ്ട് അവിടെ വന്നു. അവിടെ വന്നപ്പോ ഈ വീട്ടിൽ വന്ന് വിവാഹം പള്ളിയിൽ കെട്ടുകഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് നാട് മുഴുവനുണ്ട്. അന്നേരം അവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവിടുത്തെ MLA ഉൾപ്പെടെ അവിടെ ഉണ്ട്. ആ സമയത്ത് അത് പ്രാർത്ഥിച്ച അച്ഛനാണ്. ഓർത്തഡോക്സിലെ അച്ഛനുണ്ട്. അച്ഛനോട് പറഞ്ഞു അതിനെന്താ കുഴപ്പം, ദൈവം പ്രാർത്ഥിച്ചോണ്ട് എല്ലാവരും അറിയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലെ ഞാൻ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അച്ഛനും ഞാനിങ്ങനെയാണ് എന്റെ വൈഫ് ഹൗസിൽ. അല്ല എന്റെ വൈഫ് ഹൗസില് അച്ഛൻ പോയി ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നതാണ്. എന്റെ വൈഫിന്റെ അമ്മയുടെ അപ്പൻ ആ നാട്ടിലെ നല്ലൊരു ആത്മീയനായ മനുഷ്യനായിരുന്നു. മംഗലത്ത് എബ്രഹാം എന്ന് പറയും. അപ്പൊ അവിടെ വെച്ച് ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ തൊലാനി മുന്നേലെ ആദായി എന്ന് പറയുന്ന ഒരു വല്യപ്പൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ബൈബിൾ ക്ലാസ് അച്ഛൻ ചെമ്മാച്ചനായിരുന്നപ്പോ തൊട്ട് ആ വീട്ടിൽ വന്ന് സംബന്ധിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ആ വീട് എന്റെ വൈഫോസുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീടുകളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആള്. ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ പോലെ ധീരനായ ഒരാള് ഈ ഞാൻ നമ്മുടെ ലൈഫിൽ കാണാതെ പറ്റുമെന്ന് സംശയമാണ്. അത്രയ്ക്ക് വേദപണ്ഡിതൻ. ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ആദ്യം +2 കഴിഞ്ഞ് SLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG എടുത്തു. ആ കാലത്ത് തന്നെ 85-ല് PG എടുത്തായിരുന്നു. 85-ല് ഇപ്പോ PG എടുത്തു. അതിനുശേഷം എനിക്ക് തിയോളജിക്കൽ ആയിട്ടുള്ള 3 ഇയർ ഡിഗ്രി DTH എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ട്. പിന്നെ MD ഉണ്ട് എന്ന് പറഞ്ഞ 2 വിഷയത്തിൽ PGയും 2 വിഷയത്തിൽ ഡിഗ്രി എനിക്കുണ്ട്. പക്ഷെ ഞാൻ തുറന്നു പറയുക, ഞാൻ അച്ഛന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മുമ്പിൽ ഇരിക്കുമ്പോൾ അച്ഛനുമായി ഇന്ന് വരെ ഞാനൊരു PG-കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്ക് പുള്ളിയുടെ പേഴ്സണാലിറ്റി അതിനൊക്കെ മേലെയാണ്. നമ്മളെ അതിനൊക്കെ ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ അറിവും പേഴ്സണാലിറ്റിയും. അദ്ദേഹത്തിന്റെ ആലോചന ഇപ്പോഴും എന്നും അദ്ദേഹം പറ്റില്ലാതാകുന്നവരെ അദ്ദേഹത്തിന്റെ ആലോചന അനുസരിച്ച് ഭയങ്കര കെയറിംഗ് ആണ്. നമ്മുടെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കുകയും അതിന് ആവശ്യം വേണ്ടിയ ഗൈഡൻസ് തരികയും ചെയ്യുന്ന ഒരു അനുഭവം. ഭയങ്കര കെയറിംഗ്. അത്രയും കെയറിംഗ് ഉള്ള ആളുകള് ഒരു സമൂഹത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല സംഘടനകളിൽ അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരെയും അതിലൊക്കെ ആയിട്ട് ആത്മീയ നേതാക്കന്മാരൊക്കെ ആയിട്ട് കണ്ടുകൂട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും കെയറിംഗ് ഉള്ള ഒരാള്, കൂടെ നിൽക്കുന്നവരെ അത്രയും ശ്രദ്ധിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി നമ്മളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന അതുപോലെ ഒരു ആത്മീയ നേതാവിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ബൈബിൾ വിഷയങ്ങളിലുള്ള അവഗാഹം. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. പക്ഷേ ഒരു പറഞ്ഞേ മതിയാകും. സൺഡേ സ്കൂൾ പുസ്തകം ഇപ്പോ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന നഴ്സറി മുതൽ 12 വരെ എന്ന് പറഞ്ഞ 13 ക്ലാസ്സിലെ പുസ്തകം ഇതിന് നേതൃത്വം ഞാൻ പറഞ്ഞത് ഇന്നതുപോലുള്ള നേതാക്കന്മാരെ നമ്മൾ മിസ് ചെയ്യുകയാണ്. അച്ഛനെ കണ്ടമാനം മിസ് ചെയ്യും. അതുപോലെയുള്ള ആളുകള് മലങ്കര സഭയുടെ നേതൃത്വത്തിൽ ഈ സഭ വാസ്തവത്തിൽ അച്ഛന്റെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ അച്ഛന് ദൈവം കൊടുത്ത ദൈവകൃപ കൊണ്ട് ആ ദൈവിക ജ്ഞാനം കൊണ്ട് വിവേകം കൊണ്ട് രൂപകൽപ്പന ചെയ്യുന്നതാണ് ഈ സഭ എന്ന് പറയുന്നത്.
ദൈവത്തിന് സ്തോത്രം. എത്രയോ നൂറുകണക്കിന് സ്ഥലങ്ങൾ അദ്ദേഹം, ഞാൻ എത്രയോ മണിക്കൂറുകൾ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കാറിലൊക്കെ ഇരുന്ന് തെക്കും വടക്കും പലയിടങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ന് വരെ. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഞാനാണ് അത് ഷെയർ ചെയ്യുന്നത്, മലങ്കരയിലേക്ക് ഷെയർ ചെയ്ത്, അദ്ദേഹത്തിന് മിനിസ്ട്രിക്ക് അല്ലെങ്കിൽ ഈ കാര്യത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകം അത് ഞാനും പറയണമെന്ന് ആഗ്രഹിച്ച പോലെ, ഇന്ന് വരെ ഒരു തെറ്റായ ഒരു വാക്ക് പോലും അച്ഛന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ കേട്ടിട്ടില്ല. വീട്ടില് ഞാൻ അച്ഛന്റെ വീട്ടിൽ എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടെക്നിക്കുണ്ട് അവിടെ. ആ ടെക്നിക്കകത്ത് എത്ര മണിക്കൂറുകൾ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണക്കില്ല. അപ്പൊ ഇന്ന് വരെ പക്ഷേ ഒരു തെറ്റായ നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് സംസാരിക്കില്ലേ, എടോ ആണോ പോണോ എന്നൊക്കെ, അങ്ങനത്തെ ഒരു വാക്ക് പുലിയുടെ വായിക്ക് വന്നിട്ടില്ല. എത്ര ദൈവം ഈ സഭാനേതൃത്വത്തിന് വേണ്ടി ദൈവം ജനിപ്പിച്ച ഒരാളെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്, ഒരു ഇതിനു വേണ്ടി ദൈവം പ്രത്യേകം ജന്മം കൊടുത്ത ഒരാളെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകാം. ഇത്രയ്ക്ക് അളന്നു മുറിച്ചുള്ള വാക്കുകൾ അദ്ദേഹം സംസാരിക്കാറുള്ളൂ, കൃത്യമായിട്ട് സംസാരിക്കാറുള്ളൂ. അങ്ങനെ ചടപട വാക്കുകളൊന്നും സംസാരിക്കാറില്ല. ദൈവം ഉയർത്തി. അതുപോലെ ബൈബിൾ അദ്ദേഹത്തിന്റെ ജ്ഞാനം സാധാരണമായ ജ്ഞാനമാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ ഏതൊരു ആത്മീക വിഷയം പറഞ്ഞാൽ അതിനകത്ത് ഒരു തീർപ്പ് പറയാനുള്ള ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അനേക വിഷയങ്ങൾ, അച്ഛന്റെ വിഷയങ്ങൾ ഞാൻ ഒത്തിരി നിങ്ങൾക്കറിയാം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛന്റെ പേരും എല്ലാ പുസ്തകത്തിലും അച്ഛന്റെ പേരും കൊടുത്തിട്ടുണ്ട്. പൗലോസ് കുന്നുമേൽ ഈ പുസ്തകത്തിന്റെ ചില കൈയെഴുത്ത് പ്രതികൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ധാരാളം വിഷയങ്ങളിലുള്ള ക്ലാസ്സുകൾക്കുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പക്കൽ അദ്ദേഹം പഠിച്ച് പലയിടത്തുനിന്നായിട്ട് ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്ത് എന്നിട്ടാണ് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു മറ്റൊരു കാര്യം പറയാം, ഇങ്ങനെ കൂടി പറയട്ടെ. ഇപ്പൊ നമ്മൾ മോശയെ കുറിച്ച് പറയില്ലേ, മോശ മിസ്രയീമ്യർക്കും മോശയെ പേടിയായിരുന്നു, ബഹുമാനവും പേടിയുമായിരുന്നു മിസ്രയീമ്യർക്ക്. ഇതുപോലെ തന്നെയായിരുന്നു ഏത് സമുദായസ്ഥരായ ആളുകൾ നമ്മുടെ. അതുകൊണ്ടാണ് മലങ്കര സഭ വാസ്തവത്തില് രൂപം കൊണ്ട സമയത്ത് ഒരു ചുട്ടുകുഞ്ഞു പോലും, നിങ്ങൾക്ക് അറിയാമോ, ആ കിഴക്കൻ ഭാഗത്ത് 4 യാക്കോബായ പള്ളികളുണ്ട്. കത്തോലിക്കർ പിന്നെ ഒന്നും അവർക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. യാക്കോബായ സമൂഹത്തിൽ നിന്ന് കുറെ അച്ഛന്മാരിങ്ങനെ മാറിയപ്പോ പല സ്ഥലത്തും ഞങ്ങൾ കാണുന്നതല്ലേ, പലയിടത്തൊക്കെ നമ്മൾ വലിയ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ പലരും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഏത് അച്ഛന്മാരെ കുപ്പായികളുണ്ട്, എന്തിനാ നിങ്ങൾ കുപ്പായികൾ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങള് സഭയിൽ മാറിയത് എന്തുകൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ. ഞങ്ങളൊക്കെ ഇവിടെ പലയിടത്തും ഞങ്ങളെ പുറത്ത് പല സ്ഥലത്തിൽ പോയിട്ട് നമുക്ക് പ്രസംഗം പൂർത്തീകരിക്കാൻ പറ്റാതെ നമ്മള് നിർത്തി കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ ആ കിഴക്കൻ ഭാഗത്ത് ഒരു ചുട്ടുകുഞ്ഞ് ഞങ്ങളുടെ നേരെ കമാന്നൊരു അക്ഷരം പറയോ വരുത്തി കിട്ടില്ല. കാരണം അതിന് കാരണം ഈ അച്ഛനാണ്. കാരണം അച്ഛനും ഞങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ സ്വാധീനവും അച്ഛന്റെ സ്വാധീനവും. കാരണം അവർക്കറിയാം മറ്റ് വൈദികരിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. പുകയും വലിച്ച് കള്ളു കുടിച്ച് ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ സാക്ഷ്യമില്ലാതെ മാതൃകയില്ലാതെ നടക്കുന്ന പല വൈദികരുടെ ഇടയിൽ സാക്ഷ്യത്തോടെ വിശ്വസ്തനായി നിന്ന ഒരാളാണ് അദ്ദേഹം. ആരെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട്, അതിനകത്ത് അദ്ദേഹത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യില്ല എന്നാണ് ഈ ആളുകൾ പറഞ്ഞത്. എന്റെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ വൈഫിന്റെ അമ്മാവൻ ജോസ് എന്ന് പറയും, ജോസ് മംഗലത്ത്. അദ്ദേഹം വലിയ ഒഡീസ വലിയ കമ്പനിയൊക്കെ ഉള്ള ആളെ, ഇപ്പൊ പുതാക്കളും താമസിക്കുന്നത് അവിടെയും തട്ടക്കുഴയും അവർക്ക് ഒത്തിരി സ്ഥലങ്ങളും കെട്ടിടങ്ങളൊക്കെ ഉള്ളവരാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബ മീറ്റിംഗിലൊക്കെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ പാറപ്പാലിൽ നിന്നാണ്. സണ്ണി പാറപ്പാലിയുടെ ഓൺ സിസ്റ്ററാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം സമുദായത്തിലാണ് നിൽക്കുന്നത്. ഈ കുന്നുമേലച്ഛന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയൊരു പ്രസംഗം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹം എടുത്തു പറയാറുണ്ട്, അവിടെ പന്നൂർ ഒരാൾ മരിച്ചപ്പോ, സമുദായത്തിലെ ഒരാൾ മരിച്ചു, സമുദായത്തിൽ ഇരിക്കുന്ന സമയത്താണ്. അച്ഛന്റെ ഇടവകയല്ല, അച്ഛൻ നടത്തുന്ന ഇടവക മഞ്ചിക്കല്ലാണ്, നിങ്ങൾക്കറിയാം, ഇടമറുക പള്ളി ഇടവക. ഇത് പന്നൂർ അടുത്തൊരു പള്ളിയാണ്. അപ്പൊ അവിടെയും ഈ മരണ സമയത്തുള്ള മെസ്സേജസ് ഒക്കെ പറയിപ്പിക്കുന്ന അച്ഛനെ കൊണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ചരമപ്രസംഗം, ഒരു ഫ്യൂണറലിലുള്ള പ്രസംഗം പുള്ളി പറയുന്നത്, ഞാൻ ഇന്നും അതിലെ മുഴുവൻ വാചകങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. അത്രയും ആവേശത്തോടുകൂടി അത്രയും ശക്തമായ സന്ദേശങ്ങൾ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അതുപോലെ എന്റെ സുഹൃത്തുക്കളായിരുന്നു എന്റെ കൂടെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്റെ പള്ളി കുളപ്പുറ പള്ളിയാണ്, അടുത്തൊരു പള്ളിയാണ്.
ആ പള്ളിയിലെ ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു, പിന്നെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സൺഡേ സ്കൂളിലെ ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ സൺഡേ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടികള് സാമുദായികമായ പല കാര്യങ്ങളും ഒക്കെ ഞങ്ങളോട് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ അച്ഛന്റെ മുമ്പായിലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറിയതും ചമ്മാച്ചനായത് അച്ഛന്റെ മുമ്പിലാണ്. ബാക്കി 2 വട്ടങ്ങൾ പിന്നെ വേറെ ഒരു വട്ടം സെമിനാരിൽ പോയി എടുത്തു, മറ്റൊരു വട്ടം വേറെ പള്ളിയിൽ പോയി. വൈദിക പട്ടം, അത് ഫുൾ പട്ടം, ഒരു കാശീശോ എന്ന് പറയുന്ന 7ാം പട്ടം, അത് സ്വീകരിക്കുന്ന അച്ഛന്റെ പള്ളിയിൽ വെച്ച് തന്നെയാണ്. അതുപോലെ 4ാം പട്ടം, ആദ്യത്തെ കോർവിയോ എന്ന് പറയുന്ന പട്ടം, അത് അച്ഛന്റെ പള്ളിയില് ശ്രേഷ്ഠ കാതോലിക്ക്, നിങ്ങൾക്ക് അറിയാമല്ലോ, അഖില മലങ്കര യാക്കോബായ, ലോകത്തിൽ എവിടെയെല്ലാം യാക്കോബായ ബാബാകൃഷ്ണി സുറിയാനി യാക്കോബായ ഉണ്ട്, അതിന്റെ എല്ലാം തലവനായിട്ടുള്ള മൂവാറ്റുപുഴയിൽ ഇരിക്കുന്ന ഇപ്പൊ അത് പുത്തൻകുരിശിൽ ആസ്ഥാനം തിരുമേനി, അച്ഛൻ സെക്രട്ടറി ആയിരുന്ന ശ്രേഷ്ഠ ബാബ തിരുമേനി നേരിട്ട്, അതും ഞാൻ എന്റെ സ്വാധീനം കൊണ്ടല്ല കേട്ടോ, ഈ അച്ഛന്റെ സ്വാധീനം കൊണ്ടാണ് അവിടെ നേരിട്ട് ഞങ്ങളുടെ പള്ളിയിൽ വന്നാണ് എനിക്ക് കോർവിയോ പട്ടം തന്നത്. അച്ഛന്റെ മുമ്പിൽ വെച്ചാണ് തന്നത്. ഞാനിത് ഇതായിട്ട് പറയല്ലോ കേട്ടോ, അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. എന്റെ ഫാദറും മദറും ഒക്കെ നിന്ന് ബാബയുടെ കൂടെ പടം എടുത്തിട്ടുണ്ട്. ആ പടം ഇപ്പോഴും ഇരിപ്പുണ്ട്. അച്ഛന്റെ കൂടെ നിന്ന് പടം എടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അപ്പോ അതുപോലെ എന്റെ വിവാഹം ഒക്കെ ആ പള്ളി അപ്പോ കാതോലിക്ക സുഖിലായിരിക്കുന്നു. സേവറേസി മേരി, എബ്രഹാമ സേവറേസി അങ്കമാലി ഭദ്രാസന അധീപനായിട്ടുള്ള അദ്ദേഹമാണ് അവിടെ വന്ന് അച്ഛനുമായിട്ടൊക്കെ, അച്ഛനെയൊക്കെ വളരെ ബഹുമാനിക്കുന്ന, തിരുവേരി കൂടെ ബഹുമാനിക്കുന്നതാണ്. തിരുവേരി ചെറുപ്പമായതുകൊണ്ട് അച്ഛനെയൊക്കെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ എന്റെ കൂടെയുള്ള വൈദികർ മുഴുവൻ ഒരു 50ഓളം അച്ഛന്മാര് ചമ്മാച്ചന്മാരും ഒക്കെ ആയിട്ട് ആ കിഴക്കൻ ഭാഗത്തുള്ള മുഴുവൻ പേരും അന്ന് അവിടെ ഇത് അവിടെയെല്ലാം അതിന്റെ എല്ലാം ലീഡർ ആയിട്ട് അച്ഛനെ ബഹുമാനിക്കുന്നതോടുകൂടിയാണ് എന്റെ കാര്യത്തിന് അവരവിടെ വന്നത്. ഞാനിങ്ങനെ പറയട്ടെ, അപ്പോ അതിനുശേഷം ഞാൻ തുറന്നു പറയുകയാണ്, ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഒരു 1.5-2 വർഷം മാത്രമേ യാക്കോബായ സഭയിലെ ശുശ്രൂഷകൾ നിർവഹിച്ചുള്ളൂ. 1.5-2 വർഷം തികച്ചില്ല, 1.25-2 വർഷത്തിന് അടുക്കലായിട്ടുള്ളൂ. ആ സമയത്താണ് നമ്മുടെ സഭ ഇങ്ങനെ മലങ്കര ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ്, മലങ്കര ക്രിസ്ത്യൻ ചർച്ചായി രൂപപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോ നമ്മളെല്ലാവരും സ്നാനപ്പെട്ട് പള്ളിയിൽ നിന്ന് രാജിവെച്ചു മാറണമെന്നുള്ള തീരുമാനം എടുത്തപ്പോ എനിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഏത് പൗലോസ് പറഞ്ഞതുപോലെ മാംസരക്തങ്ങളോട് ആലോചിക്കേണ്ടി ഒന്നും വന്നില്ല. എന്റെ പിതാവിനോടോ മാതാവിനോടോ ഒന്നും ചോദിക്കാതെയാണ് പിതാവ് അതിലെല്ലാം ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി. എന്റെ പിതാവ് പിന്നീട് അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ആ സമയത്ത് അദ്ദേഹം ഒത്തിരി പ്രശ്നം, കാരണം എത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ മാറിപ്പോകുന്നു. അത് കാരണം പുള്ളി പുറത്തിറങ്ങുമ്പോൾ ഓരോരുത്തർ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ മകനുകൊണ്ടുള്ള ആൾക്കൂടെ എന്തായി കാണിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിക്ക് ദേഷ്യം കയറും. പുള്ളി വീട്ടിൽ വന്ന് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഞാൻ പതറിയില്ല. കാരണം അതിനൊറ്റ കാരണം, പ്രധാനപ്പെട്ട കാരണം ഈ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. കാരണം അവരെടുക്കുന്ന, അച്ഛനും ഒക്കെ എടുക്കുന്ന തീരുമാനത്തിൽ മനസ്സൊന്നും, അച്ഛനെ എനിക്ക് കത്തെഴുതുക, ഞാൻ മംഗലാപുരത്ത് കേരളത്തിന്റെ അതിർത്തി സംസ്ഥാനമായ കർണാടകത്തിലെ അതിർത്തി സിറ്റിയായ മാംഗ്ലൂർ എന്ന് പറയും, നിങ്ങൾക്കറിയാം, കാസർഗോഡ് കഴിഞ്ഞ മാംഗ്ലൂർ മംഗലാപുരം ടൗൺ ചർച്ചിലെ യാക്കോബായ പള്ളിയിലെ വികാരിയായിരുന്നു രാജിവെക്കുന്ന സമയത്ത്. അത് കത്തീഡ്രൽ പള്ളിയാണ്. അതിന് വെച്ചിട്ടൊരു സ്കൂളുമുണ്ട് ആ പള്ളി കോമ്പൗണ്ടിൽ തന്നെ, UP സ്കൂള്, അത് എയ്ഡഡ് സ്കൂള്. ആ സ്കൂളിന്റെ ലോക്കൽ മാനേജർ കൂടിയായിരുന്നു. തിരുമേനിയാണ് ഡയറക്ടർ, ലോക്കൽ മാനേജർ. അവിടെ അധ്യാപകർ റിട്ടയർ ചെയ്യുമ്പോൾ സ്കൂളിലെ പൊതു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ ഇരിക്കേണ്ട ആൾ കൂടിയാണ്. ഞാൻ ഇപ്പോഴും ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ സ്ഥാനങ്ങളില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ എത്രയോ ഡോക്ടർമാർ, കൂടുതൽ ഡോക്ടർമാരെ കണ്ടത് അവിടെയാണ്. എത്രയോ ഡോക്ടർമാരാ പള്ളിയിലുള്ളത്. ഞാൻ വിചാരിച്ചു പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ തലയിൽ കൈ വെച്ച് പള്ളിയിൽ സൂക്ഷിക്കുന്നപ്പോ പ്രാർത്ഥിച്ചത് ഒരു ഡോക്ടറുടെയാണ്. അതും ഉയർന്ന MD ഡോക്ടർമാര്. ആ ഒരു ഡോക്ടർ സ്ത്രീ, ഒരു ഡോക്ടറുടെ ഭാര്യ പെൺകുട്ടി, അവളും ഡോക്ടർ. അവര് പ്രസവത്തിന് വേണ്ടി പോവുമായിരുന്നു. എന്നെ കൊണ്ട് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടാ പോയത്. അവർ അത്രയും വിദഗ്ധരായ ഡോക്ടർമാരായിട്ട് പോലും. അപ്പൊ അവിടെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ പോയിരുന്നു. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ, സമുദായത്തിൽ നിന്ന് രാജിവെച്ച് വിശ്വാസത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ബൈബിൾ വേദപുസ്തക സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമ്മൾ രാജിവെക്കുകയാണ്. അച്ഛനും അവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മാംസരക്തങ്ങളോട്, എന്റെ തിരുമേനി വന്നു, അവിടെ പള്ളിയിൽ വന്നു.
ഏത് ബെന്യാമീൻ മാർ ഒസ്താത്യോസ് എന്ന് പറയും. സിംഹാസനം പള്ളിയിൽപ്പെട്ടതാണ് മംഗലാപുരം പള്ളി. ഓമല്ലൂരിൽ ഇരിക്കുന്ന, മഞ്ഞിക്കരയിൽ ഇരിക്കുന്ന ബെന്യാമീൻ മാർ ഒസ്താത്യോസ് എന്ന് പറഞ്ഞ തിരുമേനി ഈ വിഷയത്തിന് വേണ്ടി മാത്രം ട്രെയിൻ കയറി. അതായത് ട്രെയിനില്ല, ഫസ്റ്റ് ക്ലാസ് റിസർവേഷനിൽ നമുക്ക് അവിടെ വരുന്നത്. അവിടെ വന്ന് അവിടെ പിന്നെ എല്ലാ കാറിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്നത് അവിടെ ഉഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. പള്ളിയിൽ സ്ഥലം, പള്ളിയിൽ മുറിക്കാതെ ഞാനാണ് താമസിക്കുന്നത്. ചെറിയ സൗകര്യം താമസിക്കാനുള്ളൂ. തിരുമേനി എനിക്ക് അവിടെ അറിയുള്ളൂ. എന്നിട്ട് ആ ഉഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഇരുന്ന് മണിക്കൂറുകളോളം എന്നോട് സംസാരിച്ചു തിരുമേനി. ഈ എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് പള്ളിക്കാരെ വിളിച്ചു വരുത്തിയതാ, തിരുമേനിയെ വിളിച്ചു വരുത്തിയതാ. കാരണം എന്റെ വൈഫിനെ സുബീനെയൊക്കെ അറിയാം. സുബിയുടെ ശമ്പളം കൊണ്ട് മാത്രം അച്ഛൻ മുന്നോട്ട് പോകുന്നുണ്ടോ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നത്, ഇത് എന്ന് പറഞ്ഞ പുള്ളിയോട് ചൂടാകെ ഒത്തിരി എല്ലാം പ്രശ്നം ഉണ്ടായി. പക്ഷേ ഞാൻ പറയട്ടെ, എന്നാൽ ഒട്ടും ഞാൻ പിന്നോട്ട് പോയില്ല. ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, അതിന് ഞാൻ പുറകോട്ട് പോയില്ല എന്ന്. തിരുമേനി പറഞ്ഞു, എന്നാൽ അച്ഛന്റെ സൗകര്യം പോലെ ചെയ്തുകൊള്ളുക. ഞാൻ തിരുമേനിയുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പലയിടത്തേക്കും. അതിനു മുമ്പ്